ന്യൂറോൺസ്, ന്യൂറോണിന്റെ ഘടനയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നത് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ്, ന്യൂറോണിന്റെ ഘടനയാണ്. ന്യൂറോണിന്റെ ഘടന അന്നേരം ന്യൂറോണിന്റെ ഘടന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ ബയോളജി. ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂറോണിന്റെ ഘടന എന്ന് പറയപ്പെടുന്നത്. ന്യൂറോണിന്റെ ഘടന എന്ന് പറയപ്പെടുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പടം വരച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. So this is the structure of neurons. ന്യൂറോണിന്റെ ഒരു ഘടനയാണ് വരച്ചത്. ന്യൂറോണിന്റെ ഒരു പടമാണ്. നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായി ഒരു 3-4 തവണ വരച്ച് പഠിച്ച് അത് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ദ ലേബിൾഡ് പാർട്സ് ഒരു 5 ഭാഗങ്ങളായിട്ട് 4 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിന് റീറൈറ്റ് ദി പിക്ചർ ആൻഡ് ലേബിൾ ഇറ്റ്സ് പാർട്സ്. ഇത് തന്നിരിക്കുന്ന പടം എടുത്ത് നിങ്ങളൊന്ന് റീറൈറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനും അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾ അത് കൃത്യമായി വരച്ചു പഠിക്കണം. നമുക്ക് ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 പടങ്ങളാണ് പ്രധാനമായിട്ടും ബയോളജിക്കകത്ത് നിങ്ങൾക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പടങ്ങളിൽ ഒന്നാണ് ന്യൂറോണിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഇതിന്റെ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ന്യൂറോണിന്റെ ന്യൂറോൺ എന്ന് പറയപ്പെടുന്നത് ദ ബേസിക് സ്ട്രക്ചറൽ പാർട്ട് ഓഫ് നെർവ് സിസ്റ്റം. ഒരു നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഏതെന്ന് പറയപ്പെടുന്നത് ന്യൂറോൺ എന്ന് പറയപ്പെടുന്നത് ന്യൂറോൺസ്. ഒരു നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ്. ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന്റെ ഘടനയും അവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പടം കൃത്യമായി മനസ്സിലാക്കുക. അതിന്റെ പടം മനസ്സിലാക്കിയതിനു ശേഷം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ ഭാഗങ്ങളെയും തരംതിരിച്ച് പഠിക്കാം. ഒന്നാമത്തെ ഭാഗം, ഒരു ന്യൂറോണിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. നിങ്ങൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കുക. ഒരു ന്യൂറോണിന്
ഒരു ന്യൂറോണിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ന്യൂറോണിന്റെ ഘടനയാണ്, സെല്ലിന്റെ ഭാഗങ്ങളാണെന്ന് പഠിക്കും. ഒന്ന് ഡെൻഡ്രോൺ, 2 സെൽ ബോഡി, 3 ആക്സോൺ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ഇങ്ങനെ തരംതിരിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്നായുള്ള ഒരു വഴിയാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരു സംശയമില്ലാതെ പഠിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒന്നാമത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത് DNDR ഡെൻഡ്രോൺ, രണ്ടാമത് സെൽ ബോഡി, മൂന്നാമത്തത് ആക്സോൺ എന്ന് പറയപ്പെടുന്ന ഭാഗം. ആക്സോൺ, AXON, ആക്സോൺ എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇനി നമ്മൾ ഇതിന്റെ ഓരോത്തിലേക്കും ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ വന്നാൽ കൃത്യമായി മനസ്സിലാക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നത് ഡെൻഡ്രോൺ ആണ്. What is the function of dendron? ഡെൻഡ്രോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ പ്രധാനപ്പെട്ട ഘടനയും ഫംഗ്ഷനും ഒന്നാമത്തെ ഭാഗം തരുന്നു. രണ്ടാമത് വാട്ട് ഈസ് സെൽ ബോഡി, എന്താണ് സെൽ ബോഡി ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്. മൂന്നാമത്തത് വാട്ട് ഈസ് ആക്സോൺ, ആക്സോൺ എന്നാൽ എന്ത്, ആക്സോണിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ത്, വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആക്സോൺ, ആക്സോണിന്റെ പ്രധാനപ്പെട്ട ഘടന എന്ത്. ആ 3 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗം തീർന്നു. സോ ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഈസ് ഓവർ. അങ്ങനെ ന്യൂറോണിന്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. വളരെ കൃത്യമായി ശ്രദ്ധിച്ചു പോവുക, വളരെ നന്നായി മനസ്സിലാക്കുക. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് സ്മോൾ പോർഷൻസ്, ഒരു ചെറിയ പ്രൊജക്റ്റഡ് പോർഷൻസ്, all the parts of the cell arising from the cell body. സെൽ ബോഡിയിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന, സെൽ ബോഡിയിൽ നിന്നും കോശ ശരീരത്തിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന, ഉന്തി നിൽക്കുന്ന നീളം കുറഞ്ഞ ഒരു നാഡീതന്തുവാണ് ആരെന്ന് പറയപ്പെടുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയപ്പെടുന്നത്. കോശ ശരീരത്തിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള തള്ളി നിൽക്കുന്ന നീളം കുറഞ്ഞ നാഡീതന്തുവാണ് ആരെന്ന് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയപ്പെടുന്നത്. ഓരോ ടിപ്പ് ഓഫ് ദി ഡെൻഡ്രോൺ, ഈച്ച് ആൻഡ് എവറി ഡെൻഡ്രോൺ, ഓരോ ഡെൻഡ്രോണും എടുത്ത് പരിശോധിക്കുമ്പോൾ അവയുടെ അഗ്രഭാഗങ്ങൾ അവയെല്ലാം ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. അന്നേരം ഡെൻഡ്രോണിന്റെ അഗ്രഭാഗങ്ങൾ ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. മനസ്സിലാക്കുക, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദി ഡെൻഡ്രോണിന്റെ ഓരോ ഭാഗവും നമ്പർ ഓഫ് ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇവ വേർപിരിഞ്ഞ് ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നുണ്ട്. ഡെൻഡ്രൈറ്റ്, ഇത്രയും ഉള്ളൂ ഇവയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അന്നേരം സെൽ ബോഡിയിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും വെറൈസ് ചെയ്തിട്ടുള്ള നീളം കുറഞ്ഞ ഒരു നാഡീതന്തുവാണ് ആരെന്ന് പറയുന്നത്, ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോണിന്റെ അഗ്രഭാഗങ്ങൾ ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇവയെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റുകൾ. എന്താണ് ഇവയുടെ ഫംഗ്ഷൻ, എന്താണ് ഇവയുടെ ചുമതല, എന്താണ്, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ ടു റിസീവ് സ്റ്റിമുലസ്. അതാണ് ആ വാക്ക് നിങ്ങൾ ഒരിക്കലും പറയുന്നത്. സ്റ്റിമുലസ് എന്താണ്, സ്റ്റിമുലസ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി. സ്റ്റിമുലസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ആ സ്റ്റിമുലസ്, ടു റിസീവ് സ്റ്റിമുലസ് ത്രൂ ഡെൻഡ്രൈറ്റ് ഉപയോഗിച്ച് സ്വീകരിക്കുക. ത്രൂ ഡെൻഡ്രൈറ്റിലൂടെ എങ്ങോട്ട് പറഞ്ഞുകൊണ്ട് സെൽ ബോഡിയിലേക്ക് പറഞ്ഞു. അന്നേരം ടു റിസീവ് ഇമ്പൾസസ്, ആവേഗങ്ങളെ കളക്ട് ചെയ്ത് ആവേഗങ്ങളെ സ്വീകരിച്ച് സ്റ്റിമുലസ് ഉണ്ടാകുന്നതിന് ഫലമായി റിസപ്റ്റേഴ്സ് ആവേഗങ്ങൾ ഉണ്ടാകുന്നതിന് ഫലമായി ആ ആവേഗങ്ങളെ റിസീവ് ഡെൻഡ്രൈറ്റിലൂടെ സ്വീകരിച്ച് ഡെൻഡ്രോണിലൂടെ അത് എവിടേക്ക് വരും, കോശ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. What is the functions of cell body? So this is a cell body, കോശ ശരീരം. ഇതാണ് കോശ ശരീരം എന്ന് പറയുന്ന ഭാഗം. അവിടെ ന്യൂറോൺ, സൈറ്റോപ്ലാസം ഉണ്ട്. So we can see the neurons, cytoplasm and nucleus. ന്യൂക്ലിയസിനെയും സൈറ്റോപ്ലാസത്തെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. So it's a structure of cell body. കോശ ശരീരത്തിന്റെ ഘടനയാണ് രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കോശ ശരീരത്തിന്റെ ഘടന. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടു കളക്ട് ആവയവങ്ങളെ കളക്ട് ചെയ്ത് വെക്കുക. എവിടെ നിന്ന് വരുന്ന
ഈ പറയുന്ന ഡെൻഡ്രോണുകളെല്ലാം സ്വീകരിച്ചു കൊണ്ടുവരുന്ന ആവയവങ്ങളെ കുറച്ച് നേരത്തേക്ക് അവിടെ സൂക്ഷിച്ചു വെക്കുക, കളക്ട് ചെയ്ത് വെക്കുക, സംഭരിച്ചു വെക്കുക എന്നുള്ളതാണ് ആരുടെ ചുമതല എന്ന് പറയപ്പെടുന്നത്? സെൽ ബോഡിയുടെ ചുമതല എന്ന് പറയുന്നത്. സെൽ ബോഡിയുടെ ചുമതല. സോ അനദർ ഇത്രയേ ഉള്ളൂ സെൽ ബോഡിയെ കുറിച്ച് പറയാം. സെൽ ബോഡി എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആർ ദെയർ ടു കളക്ട് ഇമ്പൾസസ്. ഇമ്പൾസസിനെ കളക്ട് ചെയ്യുന്നു. എവിടെ ആര് കളക്ട് ചെയ്തു വരുന്ന ഡെൻഡ്രോണുകൾ കൊണ്ടുവരുന്ന ഇമ്പൾസസിനെ എവിടെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആര് ചുമതല എന്ന് പറയുന്നത്. സൂക്ഷിച്ച് വെച്ചേക്കാനൊന്നുമല്ല, സൂക്ഷിച്ച് അവിടെ എവിടെ വരും? സെൽ ബോഡിയിൽ വരും. സോ another part is axon. Is a third part. മൂന്നാമത്തെ ഭാഗമാണ്. What is axon? Axon is a long, ഒരു നീളം കൂടിയ is a projected part from the cell body. From the cell body. കോശ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള നീളം കൂടിയ ഒരു നാഡീതന്തുവാണ്. ആരെന്ന് പറയുന്നത്? ഒരു നേർവ് തന്തുവാണ് ആരെന്ന് പറയുന്നത്? ആക്സോൺ എന്ന് പറയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ആക്സോൺ എന്ന് പറയപ്പെടുന്ന ഭാഗം. ആക്സോൺ എന്ന് പറയപ്പെടുന്നത് നീളം കൂടിയ ഒരു നാഡീതന്തുവാണ്. എവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്? കോശ ശരീരത്തിൽ നിന്ന്. ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും, കോശ ശരീരത്തിൽ നിന്നും. എന്നാൽ റിസീവ് ഇമ്പൾസസ് ആവയവങ്ങൾ സ്വീകരിക്കുന്നു. ആൻഡ് എന്തുണ്ട്? ആൻഡ് ദീസ് റിസപ്റ്റേഴ്സ് ആർ ഗോയിങ് ത്രൂ സെൽ ബോഡി ത്രൂ ഡെൻഡ്രോണിലൂടെ എങ്ങോട്ട് വരുന്നു? കോശ ശരീരത്തിലേക്ക് ഈ പറയുന്ന ആവയവങ്ങൾ സ്വീകരിച്ച് ഡെൻഡ്രോണിലൂടെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ആ സ്വീകരിച്ച ഇമ്പൾസസിനെ അവിടെ കളക്ട് ചെയ്തു. ഇതാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാം. എന്നാൽ ആക്സോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ആക്സോൺ എന്ന് പറയുന്നത് നീളം കൂടിയ ഒരു നാഡീതന്തുവാണ്. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള നീളം കൂടിയ ഒരു നാഡീതന്തുവാണ്. സോ ഇനി അതിന്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അടുത്ത ഒരു സ്ട്രക്ചർ, ഫംഗ്ഷൻ അല്ല, നമ്മൾ ആദ്യം ഇതിന്റെ ഘടനയാണ്, സ്ട്രക്ചർ നോക്കി. സോ ഇറ്റ് ഈസ് കവേർഡ് ബൈ മൈലിൻ ഷീറ്റ്. ഒരു പൊതിഞ്ഞു വെച്ചിരിക്കുക. അറിയാം, ഈ ഡെൻഡ്രൈറ്റുകൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. ഡെൻഡ്രൈറ്റുകൾ നമ്മൾ നോക്കി, ഡെൻഡ്രൈറ്റുകൾക്ക് ഈസ് എ സ്മോൾ പ്രൊജക്റ്റഡ് പാർട്ട്, ചെറിയ പ്രൊജക്റ്റ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആൻഡ് ടിപ്പ് ഈസ് അറൈസിങ് ഡിഫറെന്റ് ബ്രാഞ്ചസ്. അതിന്റെ ടിപ്പ് ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ ഈ ഡെൻഡ്രൈറ്റുകൾക്ക്. എന്നാൽ ആക്സോണിനെ നമ്മളൊന്ന് മനസ്സിലാക്കി. ആക്സോണിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഭാഗം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ഭാഗം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പൊതിഞ്ഞു വെക്കാനുള്ള കാരണം? എന്താണ് ഈ പൊതിഞ്ഞു വെച്ചിട്ടുള്ളത്? ആ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് മൈലിൻ ഷീറ്റ്. അതിന്റെ പേരാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം കൊണ്ട് ഇതിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മൈലിൻ ഷീറ്റ്? ഹൗ മൈലിൻ ഷീറ്റ് ഈസ് ക്രിയേറ്റഡ്? വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ്? അതൊക്കെ നമുക്ക് പുറകെ പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാം. ഇപ്പൊ മൈലിൻ ഷീറ്റ് കൊണ്ട് ആക്സോണിന്റെ ഘടനയാണ് പഠിക്കുന്നത്. മൈലിൻ ഷീറ്റിന്റെ മൈലിൻ ഷീറ്റ് കൊണ്ട് ആക്സോണിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആക്സോണിന്റെ അഗ്രഭാഗങ്ങൾ ഇറ്റ് ഈസ് റൈസിംഗ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും എറൈസ് ചെയ്ത് നീളം കൂടി ഒരു നാഡീതന്തു എവിടെ വന്നിട്ട് the tip of the axon is branched. Different ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ആക്സോണിന്റെ അഗ്രഭാഗങ്ങൾ ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. The tip of the axon differentiated into different branches. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേർപിരിഞ്ഞ് വിവിധ തരത്തിലുള്ള ബ്രാഞ്ചുകളായി മാറിയിട്ടുണ്ട്. ഇവയെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് ആക്സോണൈറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. ആക്സോണൈറ്റ്. At the tip of the axonite is a swollen part. ഇതിന്റെ അഗ്രഭാഗങ്ങൾ നമ്മൾ നോക്കി വീർത്തിരിക്കുന്നു. ആരെയാ? ഈ ആക്സോണിന്റെ അഗ്രഭാഗങ്ങൾ വീർത്തിരിക്കുന്നു. ആ വീർത്തിരിക്കുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും. കണ്ടില്ലേ? ആക്സോണൈറ്റിന്റെ അഗ്രഭാഗം is a swollen part that is seen at the tip of the axonite. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗങ്ങൾ വീർത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് എന്നാൽ സിനാപ്റ്റിക് നോബ് ആക്സോണൈറ്റിന്റെ അഗ്രഭാഗങ്ങൾ വീർത്തിരിക്കുന്ന ഒരു മുഴ പോലെ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമായി കാണപ്പെടാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയപ്പെടുന്ന ഒരു വീർത്തിരിക്കുന്ന മുഴ പോലുള്ള ഒരു സംവിധാനത്തിലാണ് ആക്സോണൈറ്റുകൾ അവസാനിക്കുന്നത്. ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ആക്സോൺ. ഇത് ആക്സോണിന്റെ ഘടന. ഞാൻ പറഞ്ഞു വന്ന നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ഭാഗമായി നമ്മൾ തരംതിരിച്ച് പഠിച്ചത് സെൽ ബോഡിയാണ്. ഒന്നാമത്തെ ഭാഗമായി നമ്മൾ തരംതിരിച്ച് പഠിച്ചു വന്നത് ഡെൻഡ്രോൺ ആണ്. ആ ഡെൻഡ്രോണിന്റെ സ്ട്രക്ചർ എന്താണ്, ആ ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ എന്താണ്, അത്രയും പഠിച്ചപ്പോൾ ഡെൻഡ്രോൺ കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം നമ്മൾ സെൽ ബോഡിയെ കുറിച്ചാണ് പറഞ്ഞത്. സെൽ ബോഡിയുടെ സ്ട്രക്ചർ എന്താണ്, സെൽ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണ്, ആ ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു.
മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ തരംതിരിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആക്സോൺ ആണ്. ആക്സോണിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇതിന്റെ ഫംഗ്ഷൻ കൂടി പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് ആക്സോൺ ഈസ് ഓവർ. ആക്സോണിന്റെ കാര്യം തീർന്നു. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ നേരത്തെ എന്തൊക്കെയോ വന്നിരിപ്പുണ്ട്. ആരൊക്കെയോ കളർ കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നതാണ്? ഈ ഡെൻഡ്രോണുകളുടെ കടന്ന് പിടിച്ചോണ്ട് വന്ന ആവയങ്ങൾ, സ്വീകരിച്ചോണ്ട് വന്ന ആവയങ്ങൾ എവിടെയുണ്ട്? കോശ ശരീരത്തിലുണ്ട്. ക്യാരിയിങ് ഇമ്പൾസസ് ആവയങ്ങളെ ഫ്രം ദ സെൽ ബോഡി, ശരീരത്തിൽ നിന്നും ടു ഔട്ട്, വെളിയിലേക്ക്, ഗോയിങ് ത്രൂ, വെളിയിലേക്ക്, ക്യാരിയിങ് ഔട്ട് ഓഫ് ദ ബോഡി, സെൽ ബോഡി, കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കപ്പെടുക. കോശ ശരീരത്തിലുള്ള ആവയങ്ങളെ പുറത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ക്യാരിയിങ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് കോശ ശരീരത്തിൽ നിന്നും ആവയങ്ങളെ പുറത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഈ ആവയങ്ങൾ ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റിക് നോബിൽ വന്നിരിക്കും. സിനാപ്റ്റിക് നോബിൽ വന്നിരിക്കുമ്പോൾ അടുത്തതാണ് സിനാപ്സ്. വാട്ട് ഈസ് സിനാപ്സ്? നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് സിനാപ്സ്? സിനാപ്സിന്റെ ഘടന പഠിക്കണം. മൂന്നാമത്തെ പാർട്ടാണ്. നിങ്ങൾ വളരെ കൃത്യമായി സിനാപ്സ് എന്ന കാര്യം മനസ്സിലാക്കണം. നമ്മൾ സിനാപ്സിലേക്ക് പോകണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സിനാപ്റ്റിക് നോബ് വരെ ആവയങ്ങൾ എത്തും. ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റിക് നോബിലേക്ക് ആവയങ്ങൾ വന്നിരിക്കുന്നു. ദിസ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ആക്സോൺ. ഇത് ആക്സോണിന്റെ പ്രധാനപ്പെട്ട ആവയങ്ങളെ പുറത്തേക്ക് വഹിക്കുക എന്നുള്ളതാണ് ആക്സോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം, ഫംഗ്ഷൻ. ഇനി നിങ്ങൾ ഒരു കാര്യം നമ്മൾ അതുകൊണ്ട് ആക്സോണിന് തീർന്നില്ല. മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്ന ഇറ്റ് ഈസ് കവേർഡ് ബൈ എ മൈലിൻ ഷീറ്റ്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ മൈലിൻ ഷീറ്റ്. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു ഭാഗമാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് ഈസ് എ വൈറ്റ് ജെല്ലി ലൈക്ക് സെൽസ്, ജെല്ലി ടൈപ്പ് ഓഫ് സെൽസ്, ഒരു തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള ജെല്ലി പോലിരിക്കുന്ന ഒരു തരത്തിലുള്ള ഷ്വാൻ സെൽസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഷ്വാൻ സെൽസ്. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സെൽസ്. അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സെൽ, ഷ്വാൻ സെൽസ്. ഷ്വാൻ സെല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു കൂട്ടം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗമാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത്. നല്ല വെള്ള നിറത്തിൽ കാണപ്പെടുന്നതാണ്. നല്ല വെള്ള നിറത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽ, ഷ്വാൻ സെൽസ്. ഷ്വാൻ സെല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു കൂട്ടം ഭാഗങ്ങൾ ചേർന്നാണ് മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് മൈലിൻ ഷീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഷ്വാൻ സെൽസ്. ഇറ്റ് ഇസ് എ വൈറ്റ് ജെല്ലി ലൈക്ക് സെൽസ്. ഒരു തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള ജെല്ലി പോലിരിക്കുന്ന സെല്ലുകളാണ്. വെള്ള നിറത്തിലുള്ള ഷ്വാൻ സെല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഫംഗ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ്. മൈലിൻ ഷീറ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയപ്പെടുന്നത് ടു ക്യാരി ഇമ്പൾസ്, ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇമ്പൾസസ് ത്രൂ ആക്സോണൈറ്റ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് മൈലിൻ ഷീറ്റിന്റെ ധർമ്മമാണ്. മൈലിൻ ഷീറ്റിന്റെ ധർമ്മം ഞാൻ എഴുതാൻ ഇവിടോട്ട് എഴുതിയാണ്. മൈലിൻ ഷീറ്റിനെ കുറിച്ച് ഇവിടോട്ട് എഴുതിയാണ്. ഒന്ന്, ടു ആക്ട് ആസ് ഇൻസുലേറ്റർ. രണ്ട്, സ്പീഡ് ഓഫ് ഇമ്പൾസസ്. ഈ രണ്ട് ധർമ്മം നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ടു ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ, ടു പ്രൊട്ടക്ട് ദി ആക്സോൺ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ടു പ്രൊട്ടക്ട് ആക്സോൺ. ആക്സോണിനെ പ്രൊട്ടക്ട്സ് എ ലോങ് നെർവ്, ഒരു നീളം കൂടിയ നാഡീതന്തുവാണ്. arising from the cell body. It's a long tube-like നീളം കൂടിയ ഒരു നാഡീതന്തുവാണ്. അവിടെ എന്താ? കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള നീളം കൂടിയ നാഡീതന്തു എന്നാണ് നമ്മൾ ആക്സോനെ പറഞ്ഞത്. അങ്ങനെ വെച്ചാൽ നീളം കൂടിയാണ്, അതിന് പ്രൊട്ടക്ഷൻ വേണം, അതിനൊരു സംരക്ഷണം വേണം. ആ സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? മൈലിൻ ഷീറ്റ്. ടു പ്രൊട്ടക്ട് ആക്സോൺ. ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആക്സോണിനെ ടു ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. നമുക്കറിയാം, നമ്മൾ ഈ വയറൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റിയിലെ വയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇപ്പം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ചെമ്പ് കമ്പിയിൽ നമ്മൾ യോജിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ എന്ത് ചെയ്യാറുണ്ട്? ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ വയറുകൾ കണ്ടിട്ടുണ്ട്. ആ വയറിലൊക്കെ നമ്മൾ ഈ പറയപ്പെടുന്ന അതാണ് ഇൻസുലേഷൻ. ഇൻസുലേറ്റർ എന്ന് പറയപ്പെടുന്നത്. ഇൻസുലേഷനെ കുറിച്ചൊക്കെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഇൻസുലേറ്റർ. അതുപോലെ പൊതുവിൽ സംരക്ഷിച്ച ആക്ട് ആൻ ഇൻസുലേറ്റർ. രണ്ട്, ടു ക്യാരി ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദി ഇമ്പൾസസ്. ടു ഇൻക്രീസ്, ഇതിനകത്തൂടെ ആവയവങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇമ്പൾസസ് കടന്നു പോകുന്നു. ഇമ്പൾസസിനെ
carry impulses from the said body. ഇതാണ് ആക്സോണിന്റെ ധർമ്മം നമ്മൾ പറഞ്ഞത്. അന്നേരം അവിടെ ആക്സോണിന്റെ മൈനസ് ഷീറ്റിന്റെ ധർമ്മം എന്താണ്? മൈനസ് ഷീറ്റ് ചെയ്യുന്നത് to increase the speed of the impulses through axon. ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. ആവേഗങ്ങൾ കടന്നു നമ്മൾ കണ്ണടച്ചു കൊടുക്കുന്ന വേഗത്തിലാണ് ആവേഗങ്ങൾ കടന്നു പോകുന്നത്. മൈനസ് ഷീറ്റ് പിന്നെയും ടു ഇൻക്രീസ്, ഒരു ആക്സിലേറ്റർ ആയിട്ട് നമ്മൾ കാല് കൊടുത്ത് വീണ്ടും കുറച്ചുകൂടെ വലിയൊരു ഫോഴ്സ് കൂടെ ഒരു തള്ളലുകൂടെ നമ്മൾ കൊടുക്കുന്നത് പോലെയാണ്. ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദി ഇമ്പൾസസ് ത്രൂ ആക്ഷൻ. ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു, ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? മൈലിൻ ഷീറ്റ് ചെയ്യുന്നത്. അതാണ് രണ്ട് ഫങ്ഷൻസ് ആണ് മൈലിൻ ഷീറ്റിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത് ടു കവർ ചെയ്തിരിക്കുന്ന ആരെ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ടു കവേർഡ് ബൈ മൈലിൻ ഷീറ്റ്. ആക്സോൺ ഈസ് കവേർഡ് ബൈ എ മൈലിൻ ഷീറ്റ്. വാട്ട് ഈസ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽസ് ടു കൺസ്ട്രക്ട് ബൈ എ ഷ്യാൻ സെൽസ്. ഷ്യാൻ സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ലുകളാണ് വൈറ്റ് ജെല്ലി ലൈക്ക് സെൽസ്. ഇത് നല്ല വെള്ള നിറത്തിൽ കാണപ്പെടുന്നതാണ്. വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ്? ടു ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. രണ്ട്, സ്പീഡ് ഓഫ് ദി ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദി ഇമ്പൾസസ് ത്രൂ ആക്സോൺ. ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി നെർവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായിട്ടുള്ള ന്യൂറോണിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഘടനയും അവയുടെ ഫംഗ്ഷനും നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുക. വളരെ നന്നായി മനസ്സിലാക്കണം. ഈ 3 ഭാഗങ്ങളായി എടുത്തു വെച്ച് അവയുടെ ധർമ്മം, അവയുടെ ഫങ്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ, ഈ പടവും വരച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ഭാഗമാണ്, മൂന്നാമത്തെ ഭാഗമാണ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ്. ആവേഗങ്ങൾ കടന്ന് സിനാപ്റ്റിക് നോബിലെത്തുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് വാട്ട് ഈസ് സിനാപ്സ്? സിനാപ്സ് എന്നാൽ എന്ത്? ആവേഗങ്ങൾ one neuron to മറ്റൊരു neurons. The impulses are carrying from one neurons to another. That is a cleft-like structure. The meeting point of two neurons, that is called the synapse. നമുക്കതെല്ലാം പഠിക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ. Conduction, what is synapse? The conduction of impulses through synapse. സിനാപ്സിലൂടെ എങ്ങനെ ആവേഗങ്ങൾ കടന്നു പോകുന്നു, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിക്കാം. ന്യൂറോണുകളും എന്താണെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. സ്റ്റിമുലസിൽ എത്ര രീതിയിലുണ്ട്? സ്റ്റിമുലസ് ഉണ്ടായ റെസ്പോൺസുകൾ ഉണ്ടാവാറുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഉണ്ട്, ഇന്റേണൽ സ്റ്റിമുലസ് ഉണ്ട്. നമുക്കറിയാം ഏത് കാര്യങ്ങളെയും സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ആ സെൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടാമത്തെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ്, ഒരു നെർവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോൺസ്. ആ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസിൽ ഏറ്റവും പ്രധാനമായിട്ട് ന്യൂറോണിന്റെ ഘടനയും അവരുടെ ഫങ്ഷൻസുമാണ് പഠിച്ചു നിർത്തിയത്. ന്യൂറോണിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഘടന, ന്യൂറോണിന്റെ ഘടനയും മൈലിൻ ഷീറ്റും അതിന്റെ പടം നിങ്ങൾ കൃത്യമായി വരച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പടം നിങ്ങൾ കൃത്യമായി വരച്ച് ന്യൂറോണിന്റെ പടം നന്നായി 2-3-4 തവണ നിങ്ങൾ വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന്റെ ഘടനയും അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനും നിങ്ങൾ മനസ്സിലായി കാണും. കണ്ടക്ട്, അതാണ് നമുക്ക് അത് വളരെ വ്യക്തമായി, ഇതാണ് ന്യൂറോണിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഇതാണ് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ പടം നിങ്ങൾ നന്നായി 2-3 തവണ വരച്ച് പഠിച്ച് ആ ഭാഗങ്ങളിലേക്കുള്ള ന്യൂറോണിലൂടെ ആവയവങ്ങളുടെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇതിനായി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ഡെൻഡ്രോണുകളും ഡെൻഡ്രൈറ്റുകളും കോശസൈറ്റോൺ എന്ന് പറയപ്പെടുന്ന കോശശരീരവും അതിനകത്ത് കോശാംഗങ്ങളും ഈ പറയപ്പെടുന്ന മർമ്മം, അതുപോലെയുള്ള ആക്സോണൈറ്റ്, അതിനെ പോലെ കാണപ്പെടുന്ന മൈലിൻ ഷീറ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ, മൈലിൻ ഷീറ്റ് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ മൈലിൻ ഷീറ്റിന്റെ ഷ്വാൻ സെൽസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മൈലിൻ ഷീറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഷ്വാൻ സെൽസിനാൽ നിർമ്മിതമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അതെല്ലാം നിങ്ങൾ നന്നായി
ഇതാണ് സെക്കൻഡ് ഭാഗം എന്നതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയപ്പെടുന്നത് കോശങ്ങളുടെ ട്രാൻസ്മിഷനാണ്. ഒലിഗോഡെൻഡ്രോൺസ് എന്ന് പറയുന്നത് ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നിവയിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ടാണ് മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൈലിൻ ഷീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത് ആക്സോണിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആക്സോനെ പോഞ്ഞ് കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള സെല്ലുകളാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത്. ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയപ്പെടുന്നത് നിർമ്മിച്ചിട്ടുള്ളത് പ്രത്യേക തരത്തിലുള്ള ഷ്വാൻ സെൽസ് എന്ന് പറയപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള വെള്ള ജെല്ലിയിലേക്ക് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. ഈ ബ്രെയിനും സ്പൈനൽ കോഡും കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോശങ്ങളാണ് ന്യൂറോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ന്യൂറോണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം the abundance of neurons seen in the brain. ബ്രെയിനിലാണ് ഏറ്റവും കൂടുതൽ ആര് കാണപ്പെടുന്നത്? ന്യൂറോണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡിലും കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്നിവയിൽ സ്പെഷ്യലൈസ്ഡ് സെല്ലുകൊണ്ടാണ് മൈലിൻ ഷീറ്റ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് സ്പെഷ്യലൈസ്ഡ് തരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവയെ നമ്മൾ പറയപ്പെടുന്ന പേരാണ് ഒലിഗോഡെൻഡ്രോൺസ് എന്ന് പറയുന്നത്. ഒലിഗോഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഒലിഗോഡെൻഡ്രൈറ്റ്സ് എന്ന് പറയപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ടാണ് മൈലിൻ ഷീറ്റ് ബ്രെയിനിലും സ്പൈനൽ കോഡിലും നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് സെക്കൻഡ് ക്ലാസ് എന്ന് പറയപ്പെടുന്ന രീതിയിൽ പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സിലൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.